സുഹൃത്തുക്കളെ, ഞാൻ ഇപ്പോൾ ഉള്ളത് ഷാർജയിലാണ്. ഷാർജയിൽ ഈ സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള വീട്ടുപകരണങ്ങൾ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് കിട്ടുന്ന വലിയൊരു മാർക്കറ്റ് ഉണ്ട് ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ. അവിടെയുള്ള സൈഡത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ A to Z സാധനം, വീട്ടാവശ്യത്തിന് A to Z സാധനം വളരെ ചീപ്പ് റേറ്റിന് നമുക്ക് ഈ ഒരു സ്ട്രീറ്റ് കിട്ടും. ഈ സ്ഥലത്തിൻ്റെ പേരാണ് JNP എന്ന് പറയുന്ന സ്ഥലമാണ്. ഇത് ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയ 6. എല്ലാ സാധനങ്ങളും നമുക്ക് വളരെ ചീപ്പായിട്ട് ഇവിടെ കിട്ടും. നമുക്ക് എന്താ പറയണ്ടേ, വീട്ട് ആവശ്യത്തിനുള്ള ഫർണിച്ചർ തൊട്ട് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ഐറ്റംസ് എല്ലാ സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓരോ ഷോപ്പിലും എന്താ പറയണ്ടേ, പുതിയ സാധനം ഇല്ലെങ്കിൽ അത് സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും എന്താ നമുക്ക് വില പേശിയിട്ട് സാധനം എടുക്കാം ഇവിടുന്ന്. അതെടുത്ത് ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കിപ്പോൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു ഫിക്സഡ് റേറ്റ് ആയിരിക്കുമല്ലോ. ഇവിടെ നമുക്ക് വില പേശി സാധനം എടുക്കാം. ഞാൻ ശരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഈ മാർക്കറ്റിലൂടെ നടക്കുന്ന മാർക്കറ്റിൻ്റെ അകത്ത് കയറിയിട്ട് കാണിച്ചു തരാം. ഓരോ മാർക്കറ്റിൻ്റെ ഷോപ്പിൻ്റെ അകത്ത് വന്നിട്ടുള്ള ഈ ഷോപ്പിൻ്റെ അകത്ത് നിങ്ങൾക്ക് A to Z സാധനങ്ങൾ വളരെ ചീപ്പ് റേറ്റിൽ കിട്ടുകയും ചെയ്യും. മീൻസ് നമുക്ക് ഇവിടെ ബാർഗൈൻ ചെയ്തിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാം. അതവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് ഈ ഷോപ്പിൻ്റെ അകത്ത് കയറിയിട്ട് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം എങ്ങനെയുള്ള അതിൻ്റെ അവസ്ഥ കേട്ടോ. എത്രയല്ല പൈസ, നമുക്ക് ഓരോന്നിൻ്റെ പൈസ എല്ലാം ചോദിച്ചു നോക്കാം. മാർക്കറ്റിൽ എത്ര പൈസ ഉണ്ട്, ഇവിടെ എത്ര പൈസ ഉണ്ട്, നമുക്ക് ജസ്റ്റ് ചോദിച്ചു നോക്കാം. ദാറൽ ബുനിയാൻ യൂസ്ഡ് ഇലക്ട്രിക് ഡിവൈസസ് ട്രേഡിംഗ്, ആ ഒരു ഷോപ്പിൻ്റെ മുമ്പിലുള്ള ഇതുപോലെ ഒരുപാട് ഷോപ്പുകൾ ഈ ഏരിയയിൽ മൊത്തം ഉണ്ട് കേട്ടോ. ഞാൻ ഈ ഷോപ്പിൻ്റെ അകത്ത് കാണുമ്പോൾ കാണുമ്പോൾ തന്നെ കാണില്ല. ഇവിടെ വാഷിംഗ് മെഷീനിൽ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ കാര്യങ്ങളെല്ലാം ഇവിടെ ഇഷ്ടം പോലെ നമ്മുടെ എന്താ പറയുക ഓവനുകൾ, അത് ഇത് നമ്മുടെ കുക്കിംഗ് റേഞ്ച് എല്ലാ സാധനങ്ങളും സെക്കൻഡ് ഹാൻഡ്. നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്, സെക്കൻഡ് ഹാൻഡാണ്. ഇഷ്ടം പോലെ സാധനങ്ങൾ. ഭയ്യ ക്യാ ഹാൽ ഹൈ? अल्हम्दुलिल्लाह. कैसे आपका मालिक दुकानदार है? हाँ. कैसा इधर का माल कैसा है? सही है? सही है. अच्छा. आपके इधर बांग्लादेश? हाँ. बांग्लादेश. ये कितने में मिलेगा तकरीबन ऐसे कैसा, मतलब ये यूज्ड है ना सारा चीज़? अच्छा, ये फ्रिज कितने में मिलेगा तकरीबन? मैं तो अंदर आएगा थोड़ा तकरीबन 350. अच्छा, ये 350 dirhams ആണ് ഇവർ പറയുന്നത്. നമുക്ക് ബാർഗൈൻ ചെയ്തെടുക്കാം. ഫ്രിഡ്ജ് യൂസ്ഡ് है? कितना पुराना है? इतना पुराना होगा? ज़्यादा यूज़ नहीं. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ബാർഗൈൻ ചെയ്തെടുക്കാം. ലാസ്റ്റ് പ്രൈസ് കിട്ടുന്ന മില്ലേഗ തകരീബൻ കേസ് ചെയ്ത് 320 നിക്കായിൻ്റെ സാധനമാണ് 300 രൂപേന് കിട്ടുമെന്ന് പറയുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങോട്ട് ഇതുണ്ട്. ഇതൊക്കെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. നമുക്ക് ചെറിയ പൈസക്ക് നമുക്ക് ബാർഗൈൻ ചെയ്തെടുക്കാം കേട്ടോ. ഇതുണ്ട്, ഇതുണ്ട്. വാഷിംഗ് മെഷീനൊക്കെ ഉണ്ട് ഇവിടെ. ഇതൊക്കെ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളാണ് കേട്ടോ. പക്ഷേ കണ്ടാൽ പറയില്ല കേട്ടോ. ഫസ്റ്റ് ക്വാളിറ്റി സാധനം തന്നെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു റൂം റെൻറ്റിന് എടുക്കുമ്പോൾ നമുക്ക് തീർച്ചയായും നമുക്ക് ഇതുപോലത്തെ ഈ യൂസ്ഡ് ഷോപ്പുകളിൽ വന്നിട്ട് എടുക്കുന്നത് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഷോപ്പിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും A to Z സാധനങ്ങൾ നമുക്കിവിടെ സുലഭമായി കിട്ടും കേട്ടോ. A to Z സാധനങ്ങൾ സുലഭമായി കിട്ടും. ഇതൊക്കെ സെക്കൻഡ് ഹാൻഡ് ക്വാളിറ്റി ആണെന്ന് ആരെങ്കിലും പറയും. സെക്കൻഡ് കണ്ടാൽ സെക്കൻഡ് ഹാൻഡ് ആണെന്ന് ആരും പറയും. എനിക്കൊന്ന് ഒറ്റ യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ. कितने में मिलेगा ये चीज़? ये सब कितने में? सेकंड हैंड है ना? कितने? हाउ मच? ايوه ها ايوه هذا كم؟ لا هذا كم هذا يعني انا اسوي فيديو هذا يمكن كم يجي هذا 100 درهمس ഇങ്ങനെ പറയുന്നത്. ഇത് എത്ര പൈസ ഉണ്ട്? 2200. അയ്യോ, ഇത് മറ്റേ ഇതിന് 100 ദിർഹംസ് ആണ്. നമുക്ക് ബാർഗൈൻ ചെയ്തിട്ട് വാങ്ങിക്കട്ടെ. ഇവിടെ നിന്ന് സാധനങ്ങൾ ഇതെല്ലാം അതിൽപ്പെട്ട തന്നെയാണ്. ഉണ്ടോ ഓവനുകൾ, അത് ഇത് എല്ലാ ഹോം അപ്ലയൻസസ് ഇവിടെ സുലഭമായി. ഫ്രിഡ്ജൊക്കെ ധാരാളം ഉണ്ട്. ആ ഭയ്യ ക്യാ ഹാൽ ഹൈ? ठीक है. ये सब सस्ते में मिलेगा कि नहीं? मिलेगा. अच्छा, खाना खा रहे हैं? चलो कोई बात नहीं. ये सब कितने में मिलेगा तकरीबन? ये माइक्रोवेव समझो कितने में मिलेगा हमको? ये आपको आगे 140. हमको बार्गेन कर सकता है ना? कितने में लास्ट प्राइस कितना बता सकते हैं? लेटा के रख दो भाई, हम फिर साइड कर देंगे. लेटा के रख दो. अच्छा ऐसा. അപ്പോൾ അങ്ങനെയാണ് സംഭവം. എടുത്ത് സാധനം വീണ് കിട്ടുന്നത്. क्या हाल चाल है? जी सर, ठीक ठाक. अल्हम्दुलिल्लाह. और सुनाए सर? आपका क्या नाम है? हाफिज नवीद. हासिद नवीद. अच्छा, हासिद नवीद आपका शॉप है ना? जी जी. चलो ठीक है. हमको ये सस्ते में मिलेगा माल? जी बिल्कुल सस्ते में मिलेगा. स्टॉक का माल मिलेगा, नया मिलेगा, पुराना मिलेगा, यूज वाला मिलेगा. मतलब यूज वाला मतलब आप सेकंड हैंड क्वालिटी कैसा है? सही है? क्वालिटी जबरदस्त अच्छा, यानी सारा चीज़ फ्रिज, वाशिंग मशीन, जो भी जैसा हमारा घर अप्लायंसेस पूरा मिलेगा. अच्छा, स्टॉक वाला मिलेगा, वारंटी के साथ मिलेगा, पुराना वाला मिलेगा, यूज वाला मिलेगा, नया वाला मिलेगा. अच्छा, बिना वारंटी के मिलेगा, वारंटी के साथ मिलेगा. अच्छा, वारंटी के साथ. बहुत अच्छा सामान बहुत है यार. मतलब
എന്താ പറയുക वॉशिंग मशीन, फ्रिज, टीवी, एसी, हाँ 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 सब कुछ मिलेगा। गैस स्टोव, हाँ ये छोटा मोटा अप्लायंसेस सब, ये आप पूरा वीडियो बनाओ देखो। അതായത് ഇതിൻ്റെ അകത്ത് നമ്മൾ കാണുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാം. അതാണ് മെയിൻ ഇതിനായിട്ടുള്ള ഒരു ഗുണം. നമുക്കിപ്പോൾ സാധനങ്ങൾ നമുക്കിപ്പോൾ ഒരു വീട് എടുക്കുന്നുണ്ടെങ്കിൽ അതിന് വീട്ടിൽ ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ പുതിയ വാങ്ങിക്കുമ്പോൾ എത്ര പൈസയാവും, അതിൻ്റെ നേരെ പകുതി പൈസക്കാണ് ഈ സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടുന്നത് കേട്ടോ. ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ടി വി സെറ്റപ്പ് കാര്യങ്ങൾ എല്ലാ സാധനങ്ങളും ഇവിടെ സുലഭമായിട്ടുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ഒക്കെ ഫ്രിഡ്ജാണ് കൂടുതലും കാണുന്നത്. എ സിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. ഇത് എ സിൻ്റെ ഒരു സെക്ഷനാണ് ഈ കാണുന്നത്. ഇവിടെ നമുക്കിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിൽ നമുക്കിന്ന് ചില്ലറുകൾ ഇതുണ്ടല്ലേ, ഇത് നമ്മുടെ മീറ്റൊക്കെ തൂക്കിയിടുന്ന ചില്ലറുകൾ, പിന്നെ സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാ. ചെറിയ പൈസക്ക് നമുക്ക് ഇവിടുന്ന് ബാർഗെയിൻ ചെയ്ത് മേടിക്കാം സാധനങ്ങൾ. ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളൊന്നും മാത്രമല്ല വർക്കിംഗ് കണ്ടീഷനുള്ള സാധനങ്ങളാണ് ഇല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. എന്തായാലും സൂപ്പർ മാർക്കറ്റിലെ സാധനങ്ങൾ ബാക്കിയാലേ. അടുത്ത് പുറത്തിറങ്ങി ഈ സ്ട്രീറ്റ് മുഴുവൻ ഇത് തന്നെയാണ്. ചെറുതും വലുതായിട്ടുള്ള ഒരുപാട് കടകളുണ്ട് കേട്ടോ. ഇതിൻ്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരുപാട് ചെറുതും വലുതായിട്ടുള്ള കടകളാണ്. ഈ എന്താ പറയുക, ലാപ്ടോപ്പെല്ലാം വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ഞെട്ടിപ്പോവും കേട്ടോ. ലാപ്ടോപ്പുകൾ ഓരോ കടയിലിട്ട് കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. ഇതൊക്കെ പ്രിൻ്ററൊക്കെ നമുക്ക് സെക്കൻഡ് ഹാൻഡ് സാധനം, പ്രിൻ്റർ കാര്യങ്ങൾ എല്ലാ ഐറ്റംസും ഇവിടെ സുലഭമായി കിട്ടും. ഞാൻ ജസ്റ്റ് ഒന്ന് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വേറൊരു ഷോപ്പുണ്ട് വലിയ ഇതുപോലെ തന്നെ. അതിൻ്റെ അകത്ത് കയറി ഇത് രണ്ടാണ്. ഈ സ്കൂട്ടറൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ സ്ട്രീറ്റിലൂടെ നടന്നു പോയി സ്ട്രീറ്റിൻ്റെ എല്ലാ ഭാഗത്തും ഇത് തന്നെയാണ് കേട്ടോ. നമുക്കിപ്പോൾ എല്ലാവിടെയും പോകാൻ പറ്റില്ലല്ലോ. യൂസ്ഡായിട്ടുള്ള സൈക്കിളിൻ്റെ ഷോപ്പുകൾ, യൂസ്ഡ് ഡിവൈസസ്, യൂസ്ഡ് സൈക്കിളുകൾ ഉണ്ടാ. ഇതൊക്കെ യൂസ്ഡ് ആണ്. എന്താ ഇഷ്ടം പോലെ എന്താ സുലഭമായിട്ട് നമുക്ക് ബാർഗെയിൻ ചെയ്തിട്ട് സൈക്കിളും സ്കൂട്ടറൊക്കെ വാങ്ങിക്കും ഇവിടുന്ന്. വലിയൊരു ഷോപ്പാണ്. ഇതിൻ്റെ അകത്ത് കയറിയിട്ട് നോക്കണമെങ്കിൽ നോക്കാം, കുഴപ്പമില്ല. പക്ഷേ എന്നാലും നോക്കണമെങ്കിൽ ഈ ഷോപ്പിൻ്റെ പേരാണ് അൽക്കവാൻ സബ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ പല എന്തൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് സുലഭമായിട്ട് ഇവിടെ കിട്ടും. നമുക്ക് ഓരോ ഷോപ്പിനെ പോലെ ഇരിക്കും കേട്ടോ. നമ്മൾ കയറിയിട്ട് നമ്മൾ ഓരോ ഷോപ്പ് കയറിയിട്ട് വിലവേശനുസരിച്ച് ഇവിടെ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് നമുക്ക് ഷൂസുകൾ ഇതൊക്കെ ഉണ്ട്. ഒരു വലിയൊരു മാർക്കറ്റ് തന്നെയാണ് ഇതിൻ്റെ അകത്ത്. ഇതൊക്കെ സെക്കൻഡ് ഹാൻഡ് ആണോ അതോ ഫസ്റ്റ് ക്വാളിറ്റി ആണോ സെക്കൻഡ് ഹാൻഡ് ആണോ? ഇത് കണ്ടോ ഈ വണ്ടി, ചെറിയൊരു വണ്ടിയുണ്ടോ നിങ്ങൾ? അടിപൊളി. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഈ സ്കൂട്ടറുകൾക്ക് ഇഷ്ടം പോലെ സുലഭമായി കിട്ടും കേട്ടോ. ഇവിടെ ഉണ്ടാ ബ്രാൻഡഡ് ഐറ്റംസിൻ്റെ ഒരു കോപ്പി ആയിരിക്കും തോന്നുന്നു. കംപ്ലീറ്റ് കാണുന്ന വേഗലാണെങ്കിൽ ഒക്കെ ഇവിടെ സുലഭമായിട്ട് കിട്ടും കേട്ടോ. നമ്മളിവിടെ നമ്മളിങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ വീണ്ടും ഒരുപാട് ഷോപ്പുകൾ തന്നെയാണ്. നമുക്ക് ഇനി അടുത്ത ഷോപ്പിലേക്ക് പോകാം. ഇവിടെ നടക്കുമ്പോൾ നമ്മൾ ഒരുപാട് വണ്ടികൾ കാണുന്നല്ലോ. ഒമാൻ രജിസ്ട്രേഷൻ വണ്ടികൾ, അതേപോലെ UAE തന്നെയുള്ള പല എമിറേറ്റുകളുടെ വണ്ടികളാണ് കൂടുതലും. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ മുഴുവൻ വണ്ടീൻ്റെ ഷോപ്പുകൾ കേട്ടോ. വണ്ടീൻ്റെ അക്സസറീസ് വിൽക്കുന്ന ഷോപ്പുകളാണ് കൂടുതലും. അതായത് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ. അങ്ങനെ ഒരുപാട് ഷോപ്പുകളെ കൊണ്ട് നിറഞ്ഞിന് ഇവിടെ. ഇത് വലിയൊരു മാർക്കറ്റ് കേട്ടോ. നമുക്ക് അങ്ങോട്ട് ചെന്ന് നോക്കാം. അവിടെ നിന്ന് കയറി വരുമ്പോൾ കാണുന്നില്ല ബൈക്കിൻ്റെ ഒരു കലവറ തന്നെ കേട്ടോ. ഇതൊക്കെ നമ്മുടെ സാധനം കണ്ടോ. പയ്യ സെക്കൻഡ് ഹാൻഡ് അച്ഛാ. ഓ എന്നാ സാധനം നോക്കിയാ എന്താരും ബൈക്കുകൾ നോക്കിയാൽ ഹോണ്ടൻ്റെ വണ്ടികൾ. ഓക്കെ ये नंबर प्लेट वाला है ना सारा? नंबर लग सकता है ना? ये इलेक्ट्रिक भी है? हाँ ये सही. पेट्रोल नहीं, ये वाला पेट्रोल. अच्छा ये सर आप किधर है? क्या नाम है आपका? सरदार. क्या नाम है? किधर का है? अफगानिस्तान. अच्छा काबुल, കാന്തഹാർ. അച്ഛാ കാന്തഹാറിലെ മൂപ്പരാണ് ഷോപ്പിൻ്റെ ഓണറാണ് ഇത്. അപ്പോൾ ഇത് കാണില്ല ഷോപ്പിൻ്റെ അകത്ത് എന്തോരം ബൈക്കുകളെന്ന് നോക്കിയാൽ എണ്ണിത്തിട്ടടപ്പം പറ്റില്ല. നമ്മുടെ നാട്ടിൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി വെക്കില്ല അതേപോലെ സ്പോർട്സ് ബൈക്കുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കിട്ടിലും സാധനങ്ങളാണ്. ये मतलब कितने में आप बेचेगा तकरीबन? ये सस्ते में ये कितना तकरीबन? मुझे प्राइस के बारे में नहीं पता है लेकिन फिर भी मुख्तलिफ प्राइसेस है. मॉडल पे डिपेंड करता है, उनके सीसी पे और डिमांड पे. अच्छा बार्गेन कर सकते हैं? बिल्कुल. अच्छा നമുക്ക് ബാർഗെയിൻ ചെയ്തിട്ട് സാധനങ്ങൾ മേടിക്കാം. നമുക്ക് അങ്ങോട്ട് പോയി നോക്കട്ടെ ഷോപ്പ് എന്തൊക്കെ വണ്ടികളാണെന്ന് നോക്കിയാൽ. ഹോണ്ടൻ്റെ വേറൊരു വണ്ടി ഉണ്ടെങ്കിൽ വിറ്റ്ലൻസാണ്. ഏതാ മോഡലൊന്നും അറിയില്ല. എനിക്കിനെപ്പറ്റി വണ്ടീനെ പറ്റി വലിയ പിടുത്തമൊന്നുമില്ല. എന്നാലും ഇത് സൂപ്പർ സാധനം കേട്ടോ. ഇതെനിക്ക് വന്ന് ഇവിടെ നമുക്ക് സെക്കൻഡ് ഹാൻഡ് സാധനം കേട്ടോ. ഓ ഇതൊന്നൊന്നര സാധനം കേട്ടോ. സുസുക്കീൻ്റെ ആണ് ഇത്.
ഈ സ്കൂട്ടർ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഹോണ്ടൻ്റെ ചെറിയ നല്ല സൂപ്പർ. ഇത് നമ്മുടെ എല്ലാം പെട്രോൾ വണ്ടിയാണെന്ന് പറഞ്ഞത്. ഇലക്ട്രിക് വണ്ടിയല്ല, പെട്രോൾ വണ്ടികളാണ്. ഇങ്ങോട്ട് വരുമ്പോൾ ചെറിയ ചെറിയ വണ്ടികളുണ്ട്. ഇവിടെയൊക്കെ റിപ്പയറിങ് ചെയ്യുന്നുണ്ട് വണ്ടികൾ. ഉണ്ടോ എന്തോരം വണ്ടികളെ ബൈക്കുകളെ കളി തന്നെ. നമ്മുടെ യമഹേൻ്റെ YSR, ഇത് നമ്മുടെ നാട്ടിൽ YSR, യമഹേൻ്റെ YSR ഉണ്ടെങ്കിൽ എന്താ അല്ലേ ഒരു കലവറ തന്നെ. ഇങ്ങോട്ടെല്ലാം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷാർജ ഈ ഭാഗത്ത് വന്ന് നമുക്കിപ്പം വണ്ടി ഇപ്പം ബൈക്ക് എടുക്കുന്ന ആളായാലും ശരി, സ്കൂട്ടർ എടുക്കുന്ന ആളായാലും ശരി, ഇതെന്താ സാധനം ഈ ചെറിയൊന്ന് ഈ ഇതും പെട്രോൾ വണ്ടി തന്നെയാണ്. പെട്രോൾ വണ്ടി ഇത് കേട്ടോ പൊളിച്ച്. അങ്ങനെയാണ് സംഭവങ്ങൾ. കാഴ്ചകൾ ഭയങ്കര കേട്ടോ. വണ്ടി ഭ്രാന്തന്മാർക്ക്, ഈ ബൈക്കിനെ പറ്റി അറിയുന്ന ആൾക്കാർക്ക് കിട്ടുമായിരിക്കും. വെറുതെ ജസ്റ്റ് ഒന്ന് പ്രൈസ് വെറുതെ ചോദിക്കാമല്ലോ. BMW പ്രൈസ് എത്ര ഉണ്ടാവും भैया? वो BMW का प्राइस बता सकते हैं? मुझे नहीं मालूम, थोड़ा बताओ इसका प्राइस कितना हो? BMW 1150 cc. हाँ 1150 cc. अच्छा हाँ 2006 मॉडल. 2006 मॉडल. प्राइस कितना होगा शायद? प्राइस तकरीबन 13,000. 13,000 ദിറംസാണ് ഇതിൻ്റെ വില പറയുന്നത്. എന്താ BMW ജപ്പാൻ ഒക്കെ എഴുതിയിട്ടുണ്ട്. ഓ 13,000 ദിറംസ് പറയുമ്പോൾ ഏകദേശം ഇന്ത്യൻ റുപ്പീസ് വരുമ്പോൾ ഒരു 3 ലക്ഷത്തിൻ്റെ അടുത്തല്ലേ? അതെ, 3 ലക്ഷത്തിൻ്റെ അടുത്ത്. 3 ലക്ഷം റുപ്യ ഉണ്ട് ഈ വണ്ടിക്ക്. സാധനം കിട്ടും കേട്ടോ. ആണല്ലേ അകത്തെ റേറ്റ് മേലെയുള്ള ആണല്ലേ. ഹെവിയാണ് സാധനം. പക്ഷേ എന്താ പറയുക, എന്തൊരു കംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നുണ്ട് ഈ വണ്ടി മേലിരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഈ BMW വണ്ടി മേലിരിക്കുന്നത് കേട്ടോ. കിട്ടില്ല. ഇത് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ അപ്പുറത്ത് സൗണ്ടല്ലായിരിക്കും തോന്നുന്നു. അല്ല എന്താ പറയുക, ഇങ്ങനത്തെ ബൈക്കുമ്പോൾ ആദ്യമായിട്ട് ഇരിക്കുന്നത്. നല്ല രസമുണ്ട്. അപ്പോൾ ഇതാണ്ടെങ്കിൽ ഈ വണ്ടീൻ്റെ വണ്ടി ഇടും. നമുക്ക് കാലൊക്കെ നിലത്ത് കുത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ഹൈറ്റ് കുറഞ്ഞാൽ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ കുറച്ച് ഹൈറ്റിലൊക്കെ ഓക്കെയാണ്. എനിക്ക് കംഫർട്ടായി. ഇല്ലേ അടിപൊളി. കാർപ്പൻറ്ററിൻ്റെ ഷോപ്പുകൾ അങ്ങനെയുള്ള ഷോപ്പുകളാണ് കൂടുതലുള്ളത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് എന്തൊക്കെ വേണം, A to Z സാധനങ്ങൾ. പാത്രങ്ങളിൽ കണ്ടില്ല നിങ്ങൾ ഒക്കെ ചെറിയ പൈസക്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. മാർക്കറ്റ് കിട്ടുന്നതിനേക്കാട്ട് ചെറിയ പൈസ ഈ സാധനങ്ങൾ, കാർപ്പറ്റുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് സുലഭമായിട്ട് ഇവിടെ നിന്ന് കിട്ടും. ഈ ഒരു സ്ട്രീറ്റിൽ വന്ന് എന്താ നിങ്ങൾക്ക് വേണ്ട വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് സുലഭമായി കിട്ടും. TV വേണോ? അതാ TV ആണ്. നിങ്ങൾ ഓരോ ഷോപ്പിലകത്ത് TVകൾ കണ്ട നിറച്ച് വെച്ചിരിക്കുക TV ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പോയി അടുത്ത ഈ സ്ട്രീറ്റ് മുഴുവൻ ഇത് തന്നെയാണ് കേട്ടോ. എല്ലാ കടയിലും കയറി കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അമ്മാതിരി ചെരുപ്പുകളുണ്ട്. നമുക്ക് ജസ്റ്റ് ചെരുപ്പുകൾ, ഷൂവും ചെരുപ്പും വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇതിൻ്റെ അകത്തും ഇതേപോലെ തന്നെ എല്ലാ ഷോപ്പിൻ്റെ അകത്തും ഇത് തന്നെ സ്ഥിതി. നമുക്ക് കയറി ഇറങ്ങേണ്ട സമയമില്ല. അതാണ് മെയിൻ പ്രശ്നം. അത്രയ്ക്ക് ഷോപ്പുകളുണ്ട് കേട്ടോ. അത്രയ്ക്ക് ഷോപ്പുകളുണ്ട്. നിങ്ങൾക്ക് എന്താ പറയണ്ടേ, നിങ്ങൾക്ക് മാറി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ചെറിയ പൈസക്ക് എടുക്കാം കേട്ടോ. ഇതിൻ്റെ ഈ ഭാഗത്ത് വരികയാണെങ്കിൽ നമുക്ക് വണ്ടീൻ്റെ ഒക്കെ സാധനങ്ങളാണ് കേട്ടോ. ഒരു ഭാഗം മൊത്തം ഷാർജനെ പറ്റി അറിയുന്നതൊക്കെ എല്ലാവർക്കും അറിയാം. ഒരു ഭാഗം മൊത്തം ഇനി ഇതങ്ങോട്ട് വണ്ടിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് യൂസ്ഡ് ഐറ്റംസ് ഇഷ്ടം പോലെ കിട്ടുന്ന ഏരിയ ആണിത്. കണ്ടില്ല വേണ്ട, ട്രക്കിൽ വന്ന് സാധനം ഇറക്കുകയെന്ന് പല സ്ഥലത്തുനിന്നും വരുന്ന സാധനങ്ങൾ. ഇവിടെ നിന്ന് അങ്ങോട്ട് വണ്ടീൻ്റെ സാധനങ്ങളാണ് കൂടുതൽ കേട്ടോ. വണ്ടിയായി ബന്ധപ്പെട്ട വലിയൊരു സ്ട്രീറ്റ് തന്നെയാണ് ഇത്. ഇങ്ങോട്ട് വരുമ്പം നമ്മൾ കാണുന്നത് വെച്ചാൽ വേണ്ട കാർ സ്പെയർ പാർട്സുകളാണ് അതിൻ്റെ ഷോപ്പുകളാണ്. പിന്നെ ഇനി അങ്ങോട്ട് അത് തന്നെയുണ്ട് കൂടുതലും. അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. സ്ട്രീറ്റ് നിറയെ ചെറുതും വലുതുമായ ഷോപ്പുകളാണ് കേട്ടോ. ചെറുതും വലുതുമായ ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ഡിവൈസസ് വിൽക്കുന്ന ഷോപ്പുകളാണ് ഈ സ്ട്രീറ്റ് മുഴുവൻ. ആ സ്ട്രീറ്റിൽ നിങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആ സൈഡ് മുഴുവൻ ഇതാണ് ഇത് വണ്ടി. നമ്മളിപ്പോൾ സ്ട്രീറ്റിൽ നിങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആ സ്ഥലം കംപ്ലീറ്റ് വണ്ടീൻ്റെ, അതായത് വണ്ടിയായിട്ട് ബന്ധപ്പെട്ട സ്പെയർ പാർട്സുകൾ. ഏതൊക്കെ വണ്ടീൻ്റെ എല്ലാ വണ്ടീൻ്റെ സ്പെയർ പാർട്സുകൾ ഈ ഏരിയ കിട്ടും. വന്ന കംപ്ലീറ്റ് യൂസ്ഡ് മൊബൈൽ ഫോണ്, യൂസ്ഡ് ലാപ്ടോപ്പുകൾ എന്ന് വേണ്ട എല്ലാ സാധനങ്ങൾക്കും സുലഭമായി കിട്ടും കേട്ടോ. ലാപ്ടോപ്പിൽ വെച്ച് നോക്കി നിങ്ങൾ സുലഭമായി കിട്ടും ഈ ഏരിയയിൽ.
ഇഷ്ടംപോലെ ലാപ്ടോപ്പുകൾ, യൂസ്ഡ് ആയിട്ടുള്ള ലാപ്ടോപ്പുകൾ, അതേപോലെ എന്താ പറയുക മൊബൈൽ ഫോൺസ്, ഇതിനെല്ലാം ഒരു ഏരിയ തന്നെ. ഈ ഏരിയ മുഴുവൻ അതാണ്. ഈ ഏരിയ മുഴുവൻ JNP എന്ന് പറയും. ഈ ഏരിയ മുഴുവൻ അതാണ്. ലാപ്ടോപ്പിൽ ഇട്ട് നോക്കിയാൽ നിങ്ങൾ കണ്ടില്ലേ മൊബൈൽ ഫോണ്. യൂസ്ഡ് ഐറ്റംസ് കംപ്ലീറ്റ് ലാപ്ടോപ്പുകൾ ഇഷ്ടം പോലെ, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ്, ടാബ്സ്, ആപ്പിളിൻ്റെ ഒക്കെ ടാബ് കണ്ടുകൾ ഒക്കെ നിരത്തി വെച്ചിരിക്കുക. മൊബൈൽ ഫോണുകളുടെ കലവറ തന്നെ. ഇതൊക്കെ യൂസ്ഡ് ഐറ്റംസ് ആണ് കേട്ടോ. ഐഫോണിൻ്റെ ഒക്കെ കലവറ തന്നെ. ഐഫോണിൻ്റെ ഒക്കെ ഇതൊക്കെ യൂസ്ഡ് ആണ് കേട്ടോ. യൂസ്ഡ് ഐറ്റംസ് ആണ്. ഐഫോൺ, സാംസങ്ങിൻ്റെ അൾട്ര ഒക്കെ ഇഷ്ടംപോലെ എല്ലാം ചീപ്പ് റേറ്റിൽ നമുക്ക് വളരെ വിലപേശി വാങ്ങിക്കാം കേട്ടോ ഇവിടുന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള ഷോപ്പുകളാണ് കൂടുതൽ. ഇതുണ്ട്, ഇത് ലാപ്ടോപ്പൊക്കെ വെച്ചാണ് നിങ്ങൾ ഇവിടെയൊക്കെ കംപ്ലീറ്റ് യൂസ്ഡ് മൊബൈൽ ഫോണിൻ്റെ ലാപ്ടോപ്പിൻ്റെ ഏരിയ ആണ്. ഞാൻ നമ്മുടെ എന്താ പറയുക ഇവിടെ ഒമാൻ വണ്ടികളാണ് കൂടുതലും കാണുന്നത്. ഒമാനിൽ നല്ല ആൾക്കാർ വന്നിട്ട് ഇവിടെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഒമാനിലെ വണ്ടികൾ ഇഷ്ടംപോലെ കാണുന്നത്. ഈ ഏരിയ മുഴുവൻ അതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് ആവശ്യം ഒക്കെ ഇവിടെ യൂസ്ഡ് ഐറ്റംസ്, സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് ഈ ഇഷ്ടംപോലെ സുലഭമായി കിട്ടുന്ന ഒരു ഏരിയ ആണ് ഇത് ഷാർജയിൽ. എൻ്റെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത വീഡിയോ ഇവിടെ വണ്ടിയായിട്ട് ബന്ധപ്പെട്ടത്, അതേപോലെ എന്താ പറയണ്ടേ, എന്തൊക്കെ സാധനങ്ങൾ മാർക്കറ്റിൽ ലോകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതൊക്കെ ഇവിടെ സുലഭമായി കിട്ടുന്ന ഒരു ഏരിയ ആണ്. അതായത് ചീപ്പ് റേറ്റിൽ നമുക്ക് ബാർഗൻ ചെയ്ത് വാങ്ങിക്കുക. സാധനങ്ങൾ വളരെ ചീപ്പാണ്. സെക്കൻഡ് ഹാൻഡ് പറയാൻ പറ്റില്ല, പുത്തൻ തന്നെ കാണുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ളൊരു മാർക്കറ്റിൻ്റെ ഏരിയയിലാണ് ഞാൻ ഇപ്പോൾ. തീർച്ചയായിട്ടും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു, ബൈ.